ഉടമ്പടി, മരിയൻ ഉടമ്പടി പവേഡ് ബൈ എന്താണ് അതറിയണം ആദ്യം. മരിയൻ ഉടമ്പടി എന്ന് പറയുന്ന സംഭവം അത് പവേഡ് ചെയ്യും. ഇപ്പോൾ അവർക്ക് പവറായല്ല, അത് പവേഡ് ബൈ എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്. അതാണ് വിഷയം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിലാണ് ഇത് പവറാകണത്. രണ്ട് രീതിയിൽ മരിയൻ ഉടമ്പടി പവേഡാവും. പവേഡ് ബൈ ഫ്രൂട്ട് ഓഫ് ദി ഹോളി സ്പിരിറ്റ്, പവേഡ് ബൈ മരിയൻ സ്പിരിച്വാലിറ്റി. രണ്ടും ശരിയാണ്. മരിയൻ കവനൻറ്റ് ഈസ് പവേഡ് ബൈ ഫ്രൂട്ട് ഓഫ് ദി ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ ഇത് പവറാകും, പെട്ടെന്ന് പവറാകും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, ഉടമ്പടി എടുത്തിരിക്കുന്നവർ ഇടിച്ചു തല്ലി പോയി നോക്കേണ്ടത് എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്താണെന്ന് കണ്ടെത്തിയിട്ട് അതനുസരിച്ച് നിങ്ങളുടെ മനസ്സും ജീവിതവും ടോൺ ചെയ്താൽ ഉടമ്പടി പെട്ടെന്ന് ഫെയറാകും. കാര്യം ഇത് അതിലാണിത് പവർ ചെയ്തിരിക്കുന്നത്. ഇനി മരിയൻ സ്പിരിച്വാലിറ്റിയിൽ ഇത് ഫയറാകും പെട്ടെന്ന്. മരിയൻ സ്പിരിച്വാലിറ്റിയിലും തുടങ്ങണ ദൈവസ്നേഹത്തിൽ നിന്നാണ് തുടങ്ങണത്. ഇപ്പം ഞാനെന്താ നിങ്ങളോട് പറഞ്ഞത്? നിങ്ങൾക്ക് മിനിമം ദൈവസ്നേഹത്തിലാണ് ഈ സംഭവം ചെയ്യേണ്ടത്. ദൈവത്തെ സ്നേഹിക്കണം. അപ്പോൾ നമുക്ക് തോന്നും ദൈവത്തെ എല്ലാവരും അറിയിക്കണം, ദൈവത്തിനെ അറിയാൻ പാലാത്തവർ അറിയിക്കണം, അറിഞ്ഞവരെ ആഴപ്പെടുത്തണം, അവർക്ക് സാക്ഷ്യപ്പെടുത്തണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം, അങ്ങനെ സാക്ഷിയാകണം.